ഹലോ നമസ്കാരം. ഇന്ന് നമ്മളെ വീട്ടിൽ നിന്ന് ഒരു ഏകദേശം 20 കിലോമീറ്റർ ദൂരെ ഒരു വീട്ടിൽ ഒരു 5 വെറൈറ്റി മാവിനങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു 5 മണിക്ക് ശേഷമാണ് നമ്മൾ ഇവിടെ എത്തിയത്. കാലാവസ്ഥ വെയിലൊക്കെ ഒന്ന് ആറിയതിന് ശേഷം നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അത്ര നേരം വൈകി വന്നത്. ഈ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടാണ് ഉത്തമം. നമ്മളെ ഗ്രാഫ്റ്റ് ചെയ്യുന്ന കണ്ടിട്ട് ചില ആളുകൾ, അതായത് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, ഗ്രാഫ്റ്റിംഗ് ചെയ്ത് ഒരുപാട് വിജയിക്കുന്നൊക്കെ ടീം ചോദിക്കാറുണ്ട്, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ മാവിൻ്റെ കൊമ്പുകൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം ചെയ്യാത്തതെന്ന് ചോദിക്കാറുണ്ട്. അത് ഒന്നുമില്ല, അതായത് ഞാൻ ഗ്രാഫ്റ്റിങ്ങിലൊരു തുടക്കക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഇത് എത്ര എത്ര ശതമാനത്തോളം വിജയിക്കും എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളത് കൊണ്ട് തന്നെയാണ് അത്ര ഒരു കടുങ്കൈ ചെയ്യാത്തത്. മുന്നോട്ട് പോകുമ്പോൾ ഒരു പക്ഷേ അതിന് തുനിഞ്ഞേക്കാം. അതുപോലെ തന്നെ നമ്മൾ സാധാരണയായിട്ട് വി കട്ട് ഗ്രാഫ്റ്റിംഗ് ആണ് ചെയ്യാറ്, അല്ലെങ്കിൽ സൈഡ് ഗ്രാഫ്റ്റിങ്. സാധാരണ എനിക്ക് കൂടുതൽ വിജയിച്ചിട്ടുള്ളത് സൈഡ് ഗ്രാഫ്റ്റിംഗ് ആണ്. അപ്പോൾ ചില ആളുകളൊക്കെ പറഞ്ഞിരുന്നു വി കട്ട് ഗ്രാഫ്റ്റിങ്ങും ചെയ്യുകയാണെങ്കിൽ വിജയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ലാസ്റ്റ് ചെയ്തതൊക്കെ വി കട്ട് ഗ്രാഫ്റ്റിംഗ് ആണ്. അത് വിജയിച്ചിട്ടുമുണ്ട്. നമ്മളിന്ന് 5 വെറൈറ്റികൾ എന്ന് പറഞ്ഞത്: ഒന്ന് അൽഫോൺസ, നീലം മാങ്ങ, പേരറിയാത്തൊരു പേരക്കേൻ്റെ ടേസ്റ്റുള്ള മാങ്ങ, അതുപോലെ തന്നെ പ്രിയൂര്, പിന്നെ മൂവാണ്ടൻ. ഈ 5 വെറൈറ്റികളാണ് ഒരു മലേഷ്യൻ ഇനത്തിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ ഗ്രാഫ്റ്റ് ചെയ്ത സമയത്ത് ആ വീട്ടിലൊരു സ്ത്രീ മാത്രമുള്ളായിരുന്നു. അപ്പോൾ അവർ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച സമയത്ത് ഇതിൻ്റെ സിപ്പപ്പ് കവർ ഇട്ട ശേഷം 2 ആഴ്ച കഴിഞ്ഞ് കവർ മാറ്റണം, അതുപോലെ പുതിയ കവർ കുറച്ച് വായു കൊള്ളുന്ന രീതിയിലുള്ള ഒരു പുതിയ കവർ കെട്ടിക്കൊടുക്കണം എന്നൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഗ്രാഫ്റ്റിംഗ് ഒക്കെ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാറ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഏകദേശം ഒരു 10-15 കമൻറ്റിന് നമ്മൾ ഫ്രീ ആയിട്ട് വന്ന് ഗ്രാഫ്റ്റിംഗ് ചെയ്ത് കൊടുക്കാനുള്ളൊരു ആലോചന ഉണ്ട്. ഏകദേശം മലപ്പുറം ജില്ലയിൽ വീടിൻ്റെ അടുത്തുള്ളവർക്കാണ് മുൻഗണന.